ഒരക്കമ്മലൊരു ടൂറ് മിഥുനത്തിലെ ടൂറ് പോയ മാതിരി ഉണ്ടോ ഒന്നായിട്ട് ജീവിതത്തിൽ ഇങ്ങനെ ടൂറ് പോയിട്ടുണ്ടല്ലോ. ആരാണ് വണ്ടി ഏൽപ്പിച്ചത്? വെറുതെ വണ്ടി കയറി ഇരുന്നിട്ട് മുന്നത്തെ സീറ്റും നോക്കി ഇങ്ങനെ ഇരിക്കുക. സൈഡ് സീറ്റ് ഉണ്ടെന്ന് ആരെങ്കിലും ഒന്ന് ഒഴിഞ്ഞുതരാ. നമ്മളെ ഏത് നേരം നടുവിൽ ഇങ്ങനെ ഇരിക്കന്നെ. അന്റെ മരത്തന്നല്ലേ ഫിനോ, എനിക്കും സൈഡ് സീറ്റ് കിട്ടിയിട്ടില്ല. ഞാനും അങ്ങനെ തന്നെ ഇരുന്നത്. ഇനി മേലാലും ഞാനില്ല കേട്ടോ ട്രിപ്പിന്, ഉറപ്പായിട്ട് ഞാനില്ല. ഒന്നാമത് ആ വണ്ടി രണ്ടാട്ടം കേടായും ചെയ്ത്. ഇക്ബാൽ ഏൽപ്പിച്ചതാണ് വണ്ടി. ഇക്ബാലിനൊക്കെ ആരെങ്കിലും ഒരു കാര്യം ഏൽപ്പിക്കുക, നിങ്ങൾക്ക് ഏൽപ്പിക്കാൻ അറിയില്ല. വെറുതെ ഓനെ ഏൽപ്പിച്ചിട്ട് ഓനൊക്കെ ഇങ്ങനെ തന്നെ ചെയ്യല്. ഓൻ ആദ്യം അഡ്വാൻസ് കൊടുത്തു, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ വളം കൊണ്ടാ വാള എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. ടൂറ് കഴിഞ്ഞ് വന്ന പടത്ത് തരാന്ന് പറഞ്ഞു, അത് കണ്ടിട്ട് ടൂറ് പോയത്. കൊളായ ടൂറിന് ഞങ്ങൾക്ക് വാള ഒരു തരം വെറുതെ വർത്താനം പറയിപ്പിക്കാൻ നിൽക്കണ്ട. നാളെ പലിശക്കാര് വരൂ. പഠിച്ചോൻ ആ വാഗമണ്ണിട്ട പോയിണ്ടെങ്കിൽ നല്ല അടിപൊളി കാഴ്ചയെങ്കിലും കാണാൻ പുറത്തിറങ്ങിയിട്ട്. എന്നാ എനിക്ക് ആദ്യം പറഞ്ഞുകൊണ്ടിരുന്ന ഫിനോ, വാഗമണിലേക്ക് പോവാണെങ്കിൽ എന്റെ അറിവിൽ റിസോർട്ട് ഉണ്ട്, നല്ല കോഴിക്കോടൻ ഫുഡ് കിട്ടുന്ന റെസ്റ്റോറന്റ് ഉണ്ട്, വണ്ടിയും സെറ്റാണ്. നമ്മളെ കോഴിക്കോട് കിണാശ്ശേരിയിലെ എക്സൈറ്റ് ഹോളിഡേയ്സ് ഇതൊക്കെ സെറ്റ് ആക്കി അങ്ങോട്ട് തരും. 24 മണിക്കൂറും നല്ല കിടിലൻ വണ്ടികൾ, 17 സീറ്റ്, 35 സീറ്റ്, 49 സീറ്റ്, അങ്ങനെ എല്ലാ ടൈപ്പ് വണ്ടികളും ഉണ്ട്. ഇനി ഫുഡ് ആണെങ്കിൽ നമ്മളെ കോഴിക്കോടൻ സ്റ്റൈൽ ഫുഡ്, അത് 100 അല്ല 1000 ആൾക്കാരാണെങ്കിലും ഓലങ്ങോട്ട് സെറ്റ് ആക്കി തരും. ഇനി ട്രിപ്പ് കേരളത്തിന്റെ സ്കോട്ട്ലൻഡ് ആയ വാഗമണിലേക്കാണെങ്കിൽ ഇവരെ സ്പെഷ്യൽ പാക്കേജും അവൈലബിൾ ആണ്. നമുക്ക് പെരുന്നാക്ക് വാഗമണ്ണ് പോയേക്കാ. ആദ്യം പോയ ടൂറിന്റെ പൈസ കൊടുക്കാൻ ഈ വളങ്ങിട്ട് കൊണ്ടാ. ഇതൊക്കെ തരാം, ഇതൊക്കെ 2 ടൂറ് പോകാനുള്ള മുതലുണ്ട്. നിങ്ങൾ കൊണ്ടോന്ന് ഉറപ്പ് പറയും. കൊണ്ടാ ആ എന്നാ തരാം. പിന്നെ ഇതിപ്പോ കൊടുക്കാൻ നിക്കല്ലേ.